സ്ത്രീവിരുദ്ധ പരാമർശവുമായി ടി സിദ്ദീഖ്. പൂക്കോട് വെറ്ററിനറി കോളേജിൽ പരാതി നൽകിയ പെൺകുട്ടിയെ അധിക്ഷേപിച്ച് ടി സിദ്ദീഖ് എം.എൽ.എ. അനുഭവത്തിന്റെ കാഠിന്യം കുറഞ്ഞുപോയതുകൊണ്ടാണ് പരാതി വൈകിയതെന്നും പീഡനമാണെങ്കിൽ ഉടനെ പരാതി കൊടുക്കുമെന്നുമായിരുന്നു എം.എൽ.എയുടെ പ്രതികരണം. പരാതി എസ്.എഫ്.ഐ കെട്ടിച്ചമച്ചതെന്നായിരുന്നു ടി സിദ്ദീഖിന്റെ ആദ്യത്തെ വാദം. കൽപ്പറ്റയിൽ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ടി സിദ്ദീഖിന്റെ വിവാദ പരാമർശങ്ങൾ. ആദ്യം പരാതി കെട്ടിച്ചമച്ചതെന്ന് വാദിച്ചിരുന്ന എം.എൽ.എ. ഇപ്പോഴത് തിരുത്തി. കോൺസ്റ്റിറ്റ്യൂട്ടറി കമ്മിറ്റി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതായി വെറ്ററിനറി കോളേജ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം കൂടിയായ ടി സിദ്ദീഖ് പറയുന്നുണ്ട്. പരാതി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഏൽക്കേണ്ടി വന്ന പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ പരാതി അത്രയേ ഉള്ളൂവെന്ന് സിദ്ദീഖ് അധിക്ഷേപിക്കുന്നു. അനുഭവിച്ചതായിരിക്കുന്ന പ്രശ്നം കാഠിന്യമുള്ളതാണ്, അല്ലെങ്കിൽ ഹരാസ്മെന്റ് ആണ്, എനിക്ക് ഇത് ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു കുട്ടി തീരുമാനിക്കേണ്ടത് ആ കുട്ടിക്ക് ഏറ്റതായിരിക്കുന്ന ഹരാസ്മെന്റ് അടിസ്ഥാനത്തിലാണ്. അത് ഉടനെ കംപ്ലൈന്റ് കൊടുക്കും. ഹരാസ്മെന്റ് വിഷയമാണെങ്കിൽ, പീഡന വിഷയമാണെങ്കിൽ പെൺകുട്ടികൾ പരാതി ഉടനെ നൽകുമെന്നാണ് ടി സിദ്ദീഖിന്റെ വാദം. പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം പൂക്കോട് കോളേജിലെ മുൻ PTA പ്രസിഡന്റിന്റെ കള്ളക്കഥയും ടി സിദ്ദീഖ് ആവർത്തിച്ചു. മകൻ ഡോക്ടർ സിജു മുഹമ്മദ് തന്നെ ആരോപണങ്ങൾ നിഷേധിച്ചുവല്ലോ എന്ന ചോദ്യത്തിന് സിദ്ദീഖ് വ്യക്തമായ മറുപടി നൽകിയില്ല. അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോഴല്ലേ മുമ്പേ നടന്ന കുറെ കാര്യങ്ങൾ മുൻ PTA പ്രസിഡന്റ് ഉൾപ്പെടെ ഡെലിബറേഷൻ നടത്തിയല്ലോ. അവിടെയുള്ള കുട്ടികൾ ഉൾപ്പെടെ നടത്തിയല്ലോ. അപ്പൊ അല്ല, നിങ്ങൾ അസ്വസ്ഥപ്പെടില്ല. പറഞ്ഞ ശേഷം ഒരാൾ മാറ്റി പറയുക, DYSP മാറ്റി പറഞ്ഞു, പിന്നെയാണ് PTA പ്രസിഡന്റ്. മകന്റെ ചോര കൊണ്ട് ചുവരിൽ എഴുതിപ്പിച്ചു, അംഗത്വമെടുക്കാൻ SFI ഭീഷണിപ്പെടുത്തി എന്നെല്ലാമായിരുന്നു കുഞ്ഞാമുവിന്റെ നുണക്കഥ. സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയും തുടർന്നുണ്ടായ സംഭവങ്ങളും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള തീവ്രശ്രമം UDF തുടരുന്നതിനിടെയാണ് ടി സിദ്ദീഖിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും നുണക്കഥകളുടെ ആവർത്തനവും. കൈരളി ന്യൂസ്, വയനാട്.